ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ്. വളരെ ഹെൽത്തിയാണ്. നമ്മളിത് എഗ്ഗും ബ്രെഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണിത്. ബ്രെഡ് എഗ്ഗ് പോലെയാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ബ്രെഡും അതുപോലെ തന്നെ എഗ്ഗും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോളയാണ് ബ്രെഡ് എഗ് പോള. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 ബ്രെഡ് സ്ലൈസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള ഈ ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവയെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. നമുക്ക് വൈകുന്നേരത്തെ ചായയൊക്കെ ഉണ്ടാക്കണം, അത്ര സമയം മതി നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉള്ളിയും പച്ചമുളകും ഒക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതുമാണ്. അപ്പം ബ്രെഡും അതുപോലെ തന്നെ എഗ്ഗും മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ 5 ബ്രെഡും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്. ഞാൻ കോഴിമുട്ട ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ 4 കോഴിമുട്ടയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3 എണ്ണമാണ് ഉള്ളതെന്ന് വെച്ചാൽ 3 എണ്ണം ആയാലും മതി. ഇപ്പം ഞാൻ 4 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നാക്കി തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു വലിയുള്ളി അതും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ എടുക്കണം. നമ്മുടെ കോഴിമുട്ടയും അതുപോലെ തന്നെ ഈ വെജിറ്റബിളും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ വെജിറ്റബിളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. കോഴിമുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോളയാണ് ബ്രെഡ് എഗ് പോള എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒന്ന് കലക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ കോൺഫ്ലോർ നേരിട്ട് കോഴിമുട്ടയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കോൺഫ്ലോർ നമ്മുടെ കയ്യിലില്ലാന്ന് വെച്ചാൽ മൈദപ്പൊടി ചേർത്താലും മതി. ഇനി മൈദയും ഇല്ല വെച്ചാൽ ഇത് ചേർക്കാതെ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് കോഴിമുട്ടയുടെ ആ മിക്സ് ഒന്ന് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഇത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ഞാൻ ഈ പാനിൽ ഇത് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഞാൻ വേറൊരു പാനിലേക്ക് ഇതിൻ്റെ കുറച്ച് നെയ്യ് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള നെയ്യാണിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് കുറേശ്ശെ തവിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. വല്ലാതെ തിക്കായിട്ടൊന്നും വേണ്ട. ആവശ്യത്തിന് നേർമയായിട്ട് തന്നെ ഒഴിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം അതും കൂടി നമുക്ക് ഈ ഓംലെറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ 4 ബ്രെഡും വെച്ച് കൊടുക്കാം. നമുക്ക് 5 ബ്രെഡാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. 5ാമത്തെ ബ്രെഡ് നമുക്ക് അത് കഷ്ണം മുറിച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഒന്നായിട്ട് ലെവലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. 5ാമത്തെ ബ്രെഡ് ഞാനിവിടെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സൊക്കെ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്ന് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ഇതിൽ 2 പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള പച്ചമുളക് ആയതുകൊണ്ട് കുറച്ച് കൂടുതലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട്
വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു 4-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ 2 ഭാഗവും ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ട ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഈ പോള ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ വേറൊരു പാനൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സമയമൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ 2 ഭാഗവും നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോളയാണ് ഈ എഗ് ബ്രെഡ് പോള എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്നാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. 2 ഭാഗവും റെഡിയായ ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഗ്യാസൊക്കെ ഞാൻ നേരത്തെ ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ തന്നെ ഞാനൊരു സേവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ പോള റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്കിത്. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ ബ്രെഡും എഗ്ഗും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ബ്രെഡും എഗ്ഗൊക്കെ ഉണ്ടാകുമ്പം ഇതുപോലെയൊന്ന് പോളയൊന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ട് വെക്കുക. ഇപ്പോൾ ദാ ഞാൻ നമ്മുടെ ബ്രെഡ് എഗ്ഗ് പോള ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം വളരെ സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കുറയ്ക്കാം കേട്ടോ. കാരണം നമുക്കിത് പച്ചമുളക് ഇതിൻ്റെ അകത്ത് നിന്ന് എപ്പോഴും എടുത്ത് മാറ്റേണ്ടി വരും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പച്ചമുളക് കുറച്ചിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പോള റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്